നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഹരീഷ് സുധീഷും കൂടെ നീതുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന് ഒരു ഫ്രണ്ട് മുഖേന നീതുവിനെ വിളിച്ച് പുറത്തിറക്കുവാണ്. നീതു പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് അവിടെ നിൽക്കുന്നുണ്ടു. നീതുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നീതു ഹരീഷിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നിന്നെ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുവാണോ? നിന്നെ കാണാൻ പറ്റുമല്ലേ? ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് എങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. നീത് പറഞ്ഞു, കുഴപ്പമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് പറഞ്ഞു, ഓ ഞാൻ കാരണം ഇപ്പം ഇങ്ങനെ ഒരു സംഭവം, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിച്ചോട്ടെ കുറച്ച് സമയത്തേക്ക്. സുധീഷേട്ടൻ ഒന്ന് മാറി നിൽക്കുമെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, ഓ ഞാൻ ഇനിയിപ്പോൾ സ്വർഗത്തിലെ കട്ടൂറും പാകുന്നില്ലേ, ഇത്ര സമയം ഞാൻ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ഒന്നും നോക്കിയില്ല നീതു. ഹരീഷിന് ഒരൊറ്റ കെട്ടിപ്പിടുത്തമായിരുന്നു. റോഡാണോ വീടിൻ്റെ അവിടെയാണോ ഒന്നും നോക്കിയില്ല. ആ സമയം ഹരീഷ് പറഞ്ഞു, എന്താ ഇത്, ആൾക്കാരാരെങ്കിലും കാണുന്നവർ കാണട്ടെ. എനിക്കാണെങ്കിൽ സന്തോഷമാണോ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഫോണില്ലാത്തതുകൊണ്ട് ഹരീഷ് എന്നെ കാണാൻ പറ്റുമോയെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാം മറന്ന് നിൽക്കുമ്പോഴത്തേനും ഹരീഷും നീതുവിനെ ചേർത്ത് പിടിച്ചു. കഷ്ടകാലം പിടിക്കാൻ, അല്ലാതെ എന്ത് പറയാനായിട്ട്. കൃത്യ സമയത്താണ് അഖില അതിലൂടെ വരുന്നത്. നീതുവിൻ്റെ സഹോദരൻ. അവൻ ബൈക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച രണ്ടുപേരും കൂടെ മറന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവനും ബൈക്ക് അവിടെ നിർത്തി. ബൈക്ക് നിർത്തിയിട്ട് പാഞ്ഞിങ്ങോട്ട് വന്നു. പാഞ്ഞു വന്നിട്ട് നീതുവിനെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞ് വലിച്ചിട്ട് അവളെ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഹരീഷ് കയറി തടഞ്ഞു. ദേ, നീതുവിനെ തൊട്ടു പോയാലുണ്ടല്ലോ, നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. എന്താടാ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്തെന്ന് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. സുധീഷും കൂടെ ഓടി വന്നു ആ സമയത്ത്. അപ്പോഴേക്കും നീതുവിനെ പിടിച്ച് വലിച്ചോണ്ട് അഖില അങ്ങോട്ട് കയറി പോവാണ് വീട്ടിലേക്ക്. ആ സമയത്ത് വല്ലാത്ത ടെൻഷനായി പോയി ഹരീഷിന്. ഹരീഷ് സുധീഷിനോട് പറഞ്ഞു, പ്രശ്നമാവുന്ന തോന്നേ, മിക്കവാറും അവളെ കൊണ്ട് തല്ലി ചതയ്ക്കാൻ വഴിയുണ്ട്. സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അത് അവൾ മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവൾക്ക് അതിനുള്ള വിൽപ്പാറും കാര്യങ്ങളുണ്ട്, വാ നീ വാന്നും പറഞ്ഞ് ഹരീഷിനെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ വീടിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, നീ വന്നോ? അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു? എടാ ഞാൻ ജോലി ചെയ്യുന്ന കണ്ടില്ലേ? മകളവിടെ പ്രണയ വിലാസമായിരുന്നു പുറത്ത്. പ്രണയ വിലാസോ? നീ എന്തൊക്കെയാ പറയണേ? കാമുകനായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഞാൻ അനാവശ്യം ഒന്നുമല്ല പറഞ്ഞേ, ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്. എടാ അതിന് ഇവളുടെ ഒരു ഫ്രണ്ട് വന്നെന്നാണല്ലോ പറഞ്ഞേ, ഏതോ ഹരിത എങ്ങാണ്ട്. ഇത് ഹരിതയൊന്നും അല്ല വന്നേ, അവനാണ് ഹരീഷ വന്നേ. ഹരീഷോ? അതെ. ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു നാണമില്ലാതെ നിൽക്കുന്ന നിപ്പൊന്ന് കാണാമായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും നീതു പറഞ്ഞു, പിന്നെ ആൾക്കാരൊന്നും നോക്കുന്നൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. കണ്ടോ അവളുടെ തൻ്റെ ഇടന്നും പറഞ്ഞുകൊണ്ട് ഒരറ്റ അടി കൊടുക്കുകയാണ് നീതുവിനിട്ട്. അപ്പോഴേക്കും ചന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഒച്ചപ്പാടും ബേളം? ഒരു നിമിഷം പോലും ഒച്ചപ്പാടും ബേളം ഇല്ലല്ലേന്ന് ചോദിച്ചു. എൻ്റെ അച്ഛാ, ഇവള് പുറത്തെ ആ ഹരീഷുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു. അത് കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അപ്പോഴേക്കും നീതു പറഞ്ഞു, ദേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇനി എന്നെ തല്ലിയാലുണ്ടല്ലോ, തല്ലിയാൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചോണ്ട് ഹരീഷ് വീണ്ടും തല്ലി. എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ചും തല്ലുമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടിയായി. ഒടുവിൽ അവരെ പിടിച്ചു മാറ്റുവാണ് നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട്. ഈ സമയം നീതുവിൻ്റെ അമ്മ പറഞ്ഞിട്ട്, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നേ? അതെ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഹരീഷേനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. എന്നെ മുറി പൂട്ടിടേണ്ട കാര്യമോ ഫോൺ മേടിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഹരീഷേനെ കാണാൻ പോയത്. എടി നീ ആ ഒരുമ്പൊട്ടാനെ വീണ്ടും കാണാൻ പോയില്ലേ? എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കുറേ തല്ലുവാണ്. ഒടുവിൽ നീതു പറഞ്ഞു, ഇനി എൻ്റെ ശരീരത്തിൽ തല്ലുകൊള്ളാനായിട്ട് ഒരു സ്ഥലം പോലും ബാക്കിയില്ല. എനിക്ക് നന്നായിട്ട് നോവുന്നുണ്ട്. ഇനി ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കില്ല. ഇനി ഞാനിത് കൊണ്ടുകൊണ്ട് നിൽക്കില്ല. ഇനി എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞു. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. കുറേ ദിവസങ്ങളായി ഞാനിത് കൊള്ളാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യൂടി? എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരാന്ന് ഞാൻ നോക്കില്ല. അത്രമാത്രം ഞാൻ കൊണ്ടു. സഹിക്കാവുന്നതിന് പരമാവധിയായി. ദേഹത്തൊന്നും തൊടത്തില്ല. അമ്മാതിരി വേദനയാ. ഈ ഹരീഷേൻ്റെ പ്രശ്നം പറഞ്ഞ് നിങ്ങൾ എന്നെ മാറി മാറി എല്ലാവരും ചെണ്ട കുട്ടുന്ന പോലെ ഇട്ട് തല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഖില് പറഞ്ഞു, എടി നിന്നെ തല്ലുമല്ല, നിന്നെ കൊല്ലുക വേണ്ട, എങ്കിലിങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. പോര് കോഴിയെ പോലെ വീണ്ടും നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? എടി നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാടി ഇവിടെ? അതെ, കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അയാളൊത്ത് ജീവിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു.
ഹരീഷേണ് എന്താ കുഴപ്പം? വർക്ക്ഷോപ്പിൽ പോയി നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവനാ. പിന്നെ നിങ്ങൾ പറയുന്ന കുഴപ്പം പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ ഞാൻ കാണുന്നില്ല. അവിടെ ഒരു പെണ്ണുംകുട്ടി വന്ന് ജീവിക്കുന്നുണ്ടല്ലോ, നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നേ. അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നമുക്കതിന് മാത്രം എന്താ ഉള്ളത്? ഒരു വാടക വീട്ടിൽ കിടക്കുന്നു. പിന്നെ ഈ പറയുന്ന ഈ നിൽക്കുന്ന ചേട്ടൻ ജോലിയില്ല, കൂലിയില്ല, തേരാവാര ചുമ്മാ നടക്കണു. അച്ഛനുണ്ടാക്കുന്ന പൈസയ്ക്ക് തിന്നു കൊഴിച്ച് നടക്കുന്നു. അല്ലാതെ 1 രൂപയുടെ ഗുണമുണ്ടോ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹരീഷേട്ടൻ നല്ല അന്തസ്സായിട്ടാണ് ജീവിക്കണത്. അത് കേട്ടപ്പോൾ അഖിൽ പറഞ്ഞു, എന്താടി നീ പറഞ്ഞു? അവളുടെ ഒരു ഹരീഷേട്ടൻ എന്ന് പറഞ്ഞ് വീണ്ടും തല്ലാൻ വന്നപ്പോൾ നീതു പറഞ്ഞു, തൊട്ടു പോരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, ഇതിനേക്കാളും പതി നീ എങ്ങോട്ടല്ലേ ഇറങ്ങി പോന്നോ? ഇവള് ഏത് സമയത്താണോ എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ, എങ്ങോട്ടിരുന്ന് പോയി തരാമെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നീതു അകത്തേക്ക് പോയി കയറി തൻ്റെ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതെ, ഇനി ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല, ഞാൻ പോകുകയെന്ന് പറഞ്ഞു. നീ പോ, എങ്ങോട്ട് വേണേലും പോ. നീ എങ്ങോട്ട് പോകണമെന്നൊന്ന് കാണണമല്ലോ. നിന്റെ വല്ല പൈസ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? എടി, നിന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്കല്ലേ നീ ഇത്രയും കാലം ജീവിച്ചേ. നീ പോ, എങ്ങോട്ട് പോയാലും നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടേ പോകാൻ. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോവും. സീരിയസ് ആണെന്ന് അപ്പോഴാണ് നീതുവിൻ്റെ അമ്മയ്ക്കൊക്കെ മനസ്സിലായത്. പെട്ടെന്ന് നീതുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നീതു മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോ, എൻ്റെ കയ്യെ അങ്ങോട്ട് വിടാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അഖിൽ പറഞ്ഞു, അവള് പോട്ടെ അമ്മേ, അവള് പോട്ടെ, അവള് പോയി സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ എവിടം വരെ പോകുന്നു കാണാമെന്ന് പറഞ്ഞു. നീതു വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നീതു അങ്ങോട്ട് ധൈര്യപൂർവ്വം ഭായി കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോന്നു. ഈ സമയം സുധീഷ് ഹരീഷും കൂടെ വീട്ടിൽ ചെന്നിട്ട് ഈ കഥകളൊക്കെ പറയണം. നീതുവിനെ പിടിച്ചുകൊണ്ട് പോയ കാര്യം സഹോദരന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, എടാ പ്രശ്നമാവില്ലേ? ഇനി ആ പെങ്കൊച്ചിനെ അവിടെ ജീവിക്കേണ്ടതല്ലേ? നീയൊക്കെ എന്ത് പരിപാടിയാണ് കാണിച്ചേ? എടുത്തടിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പം എന്തിനാ അവളെ കാണാൻ പോയത്? നീതി പറഞ്ഞു, ഇത് നിസ്സാര കാര്യമൊന്നുമല്ല, ഇത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ഒരു പ്രശ്നം ഇപ്പം കഴിഞ്ഞുള്ളൂ, ഇനിയിപ്പോൾ അടുത്തത് ഇതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് കയറി മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റത്തൊന്നുമില്ല. നീതുവിനെ പിടിച്ച് നീതുവിൻ്റെ അമ്മ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ പോയെന്നൊക്കെ പറഞ്ഞു. ഈ സമയം ഭാസ്കരൻ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഭാഗമൊക്കെ തോള തൂക്കിക്കൊണ്ട് നീതു വാണ്ട വരുന്നു. നേരെ ഹരീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നേ. ഭാസ്കരനൊന്ന് നോക്കി. ഭാസ്കരനോട് നീതു വന്നിട്ട് ചോദിച്ചു, ഹരീഷേണ്ണില്ലേന്ന് ചോദിച്ചു. ഉണ്ട്, അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. നീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഞെട്ടിപ്പോയി, കൈ ഭാഗമായിട്ട്. പെട്ടെന്ന് ഹരീഷിച്ച്, എന്താ നീതു, എന്താന്ന് ചോദിച്ചു. അതെ, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നെന്നോ? പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു, ഇതേ നീതു നീ ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് ഇരുത്തുവാണ്. കാര്യം എന്താ? എന്നെ അവർ പിടിച്ചിട്ട് കുറേ തല്ലി, എനിക്കിനി തല്ലുകൊള്ളാൻ പറ്റില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, എൻ്റെ സാധനങ്ങളും എടുത്തോണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീതി ചോദിച്ചു, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നീതു? അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എത്രയാന്ന് വെച്ചാ നീ നിധി ചേച്ചി തല്ലുകൊള്ളുന്നേ? പിന്നെ ചേച്ചി വന്ന പോലെയൊന്നും അല്ല, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് എങ്ങോട്ട് പോന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഹരീഷ് ഏട്ടൻ പറ, ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകത്തില്ല. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്നെ തല്ലിക്കൊന്നാലും ഞാൻ അവിടെ ആ വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, വേറെ ഒന്നും നോക്കണ്ട, കല്യാണമോ എന്ന് ഹരീഷ് ചോദിച്ചു. പിന്നല്ലാതെ, എടാ നിന്നെ വിശ്വസിച്ചൊരു പെണ്ണിറങ്ങി വന്നിരിക്കുക, നീ അവളുടെ കഴുത്തിൽ താലി ആർത്തണമെന്ന് പറഞ്ഞു. നീതി പറഞ്ഞു, കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളെന്താ കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ. രണ്ടുപേര് തമ്മിൽ ഒന്നിച്ചെടുക്കേണ്ട തീരുമാന കല്യാണം, അല്ലാതെ ഒരാൾ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് നീതുവിനും കൂടെ സമ്മതമാണെന്ന് അറിയണം, ഹരീഷിന് സമ്മതമാണെന്ന് അറിയണം. സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് സമ്മതിക്കാനായിട്ടാ? രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായിരുന്നല്ലോ, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, എടാ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്താന്നൊക്കെ പറഞ്ഞാൽ എന്താ സുഭാഷ് ഏട്ടാ അത്? ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചു പോയില്ല എന്നല്ലേ പറഞ്ഞേ? അവളുടെ വീട്ടിൽ പ്രശ്നമാണ് താനും. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതൊരു മാർഗമുള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, കല്യാണമെങ്കിൽ കല്യാണം, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ഞാൻ എന്താണല്ലോ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു, അല്ല കല്യാണം, ഹരീഷിന് ആകെപ്പാടെ ടെൻഷനാണ്, എന്ത് ചെയ്യും എന്താവൊന്നും അറിയത്തില്ല. പെട്ടെന്ന് സുധീഷ് ഹരീഷിനെ വിളിച്ചു, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. എന്തിന്? ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ സുധീഷേട്ട കാര്യം? എടാ കിട്ടിയ ചാൻസാണ്, നീ വെറുതെ അത് കളഞ്ഞു കുളിക്കരുത്. അറിയാലോ, നിനക്കായിട്ട് കിട്ടിയ അവസരം നീ മുതലാക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാം. കല്യാണം? അതെ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടുകൂടി കല്യാണം നടത്തണം. അതിൽ നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ആ സമയം ഹരീഷ് പറഞ്ഞു, അത് നടക്കില്ല. അതെന്താ? സുഭാഷ് ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാനാ? എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. എടാ
ഓ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ അത്ര ഓർത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടിരുന്ന ഭാസ്കരൻ പറഞ്ഞു, ബെസ്റ്റ്. എടാ സുഭാഷിനെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ഒന്നും കല്യാണം നടക്കില്ല, മൂത്ത് അരച്ച് ഇവിടെ നിൽക്കുള്ളൂ. അവൻ ഈ ജന്മത്തിൽ കല്യാണമൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ ഹരീഷിന് ദേഷ്യമായി. ഹരീഷ് പാഞ്ഞു ചെല്ലുവാണ് ആ ഭാസ്കരൻ്റെ അടുത്തേക്ക്. ദേ നിങ്ങളെ ഞാനുണ്ടല്ലോ, സുഭാഷ് ഏട്ടൻ ചെയ്ത ഏക തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകനായിട്ട് ജനിച്ചാ, അല്ലാതൊന്നുമല്ല. ഇങ്ങനെ ഒരു അച്ഛനുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. സുദേശ് ഈ സമയത്ത് ഹരീഷിനെ കയറി പിടിച്ചു. നീ ഇങ്ങോട്ട് വാടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ്. എടാ ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, ഇനി എന്താണെന്ന് വെച്ചാൽ നിന്റെ തീരുമാനം പോരെന്ന് പറഞ്ഞു. ഹരീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.